അശ്വിൻ, ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ അത് അവസാനിച്ചിട്ടുണ്ടോ? മരണകാരണം എന്ത് എന്നതൊക്കെ ഉൾപ്പെടെ നമുക്ക് പോസ്റ്റ്മോർട്ടം പൂർത്തിയായാലാണല്ലോ അറിയാൻ കഴിയുക. അനിത, പോസ്റ്റ്മോർട്ടം നടപടികൾ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം വനത്തിനുള്ളിലേക്ക് തന്നെ ഈ ആനയുടെ ജഡം കൊണ്ടുപോയി സംസ്കരിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ വിവരങ്ങൾ, എങ്ങനെയാണ് മരണമുണ്ടായത് എന്നടക്കമുള്ള വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തു വരും. പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഈ കാട്ടിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന് ജനവാസ മേഖലയിലെ ഈ വീടിന് സമീപത്തുണ്ടായിരുന്ന കുഴിയിലേക്ക് വീണ് അതിനുള്ളിൽ ഏറെ നേരം മണിക്കൂറുകളോളം അവശനായി ഈ കാട്ടാന കിടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം കല്ലുകളൊക്കെ ഇതിൻ്റെ ദേഹത്തേക്ക് വീഴുകയും ചെയ്തു. അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം ഏറെ നേരം നടത്തി. അങ്ങനെ ഉണ്ടായ അവശതയും ഒപ്പം അതിനുള്ളിൽ കിടന്നുണ്ടായ പരിക്കുമൊക്കെയാണ്, അതിനിടെ ആന്തരിക അവയവങ്ങൾക്കുണ്ടായ പരിക്കൊക്കെയാണ് ഈ ആന ചെരിയാനുണ്ടായ കാരണം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. അതിൻ്റെ കൃത്യമായ വിവരം അല്പസമയത്തിനുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ പുറത്തു വരും. എന്തായാലും രാവിലെ 6 മണിക്ക് ശേഷമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അത് പുറം ലോകം അറിയുന്നത് 7:45-8 മണിയോട് കൂടിയാണ്. ആ സ്ഥലത്തിൻ്റെ ഉടമയും ആ പ്രദേശവാസിയും കൂടിയ ഷാജഹാനാണ് ആദ്യം ഈ സംഭവം അറിയുന്നതും ഒപ്പം വനംവകുപ്പിലേക്കൊക്കെ വിവരം വിളിച്ചറിയിക്കുന്നതും. പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആദ്യഘട്ടത്തിൽ ഇതിനെ ജീവനോടെ തന്നെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ആ കുഴിയുടെ വീതി അത് കുറവായിരുന്നതിനാൽ നേരെ എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ വിഫലമായി. പിന്നീട് ആ കുഴി വലുതാക്കി ആനയ്ക്ക് സ്വയം പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു വഴിയൊക്കെ ഒരുക്കിയെങ്കിലും അതും വിഫലമായി. ഏകദേശം ഒരു 11 മണിയോടെ കൂടി ആന ആ കുഴിക്കുള്ളിൽ വെച്ച് തന്നെ ചെരിയുകയാണ് ഉണ്ടായത്. എന്തായാലും എന്താണ് ഇങ്ങനെ ഒരു മരണമുണ്ടായത്? അതിനപ്പുറത്തേക്ക് ഈ നാട്ടുകാർ അനുഭവിക്കുന്ന ഒരു വന്യജീവികളുടെ വെല്ലുവിളിയുണ്ട്. അത് 1-2 വർഷം പഴക്കമുള്ളതല്ല. ഏറെ കാലങ്ങളെ, പതിറ്റാണ്ടുകളായി ഈ നാട്ടുകാർക്ക് സ്വൈര്യമായി കിടന്നുറങ്ങാൻ കഴിയാത്ത, വിശ്വസിച്ച പേടി കൂടാതെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. അതിനെല്ലാം പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് ഇവർ മുട്ടാത്ത വാതിലുകളില്ല, കയറാത്ത സർക്കാർ ഓഫീസുകളില്ല. അതെല്ലാം ഈ ഒരു വിഷയത്തോടു കൂടി വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. എന്തായാലും ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം നമ്മൾ സജീവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ്. എന്തായാലും അതിലേക്കൊക്കെ കൂടിയാണ് ഈ കാട്ടാന കുഴിയിൽ വീണ സംഭവം വഴി തുറക്കുന്നത്. അതെ.